ഇന്ന് നമുക്ക് നമ്മുടെ അപ്പുക്കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞക്കറി വെച്ചാലോ, കുമ്പളങ്ങ ഒഴിച്ചു കൂട്ടാനേ. അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി 2 പച്ചമുളക് കീറിയതും വെള്ളവും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇതേ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടി തൈര് ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ താളിക്കാനായിട്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, ഇതൊക്കെ കൂടിയിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പർ മഞ്ഞക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്.